ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അവർ തിരികെ നിങ്ങളിലേക്ക് വരുമോ, അങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴാണ് വരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഫേസ്ബുക്കിൽ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരുമോ, അങ്ങനെ വരികയാണെങ്കിൽ എപ്പോഴാണ് അവർ വരുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, അങ്ങനെ വരികയാണെങ്കിൽ അവർ എപ്പോഴാണ് വരിക എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുമോ, അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരികയാണെങ്കിൽ അവർ എപ്പോഴാണ് വരിക എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ള ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. അതുപോലെ സെക്കൻഡ് കാർഡ് ഫോർ ഓഫ് സോർഡ്സ്, Ace of Wands, 3 of Swords and 9 of Pentacles. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുമോ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എപ്പോഴാണ് വരിക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത്, നമുക്കിവിടെ ഫസ്റ്റ് വന്നിട്ടുള്ള ക്യൂൻ ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ ഒരു പേഴ്സൺ പോയിട്ടുള്ളത് ഒരു സ്നേഹമില്ലാത്തത് കൊണ്ടല്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു നിങ്ങളുടെ സ്റ്റോറി തുടങ്ങുന്നത് ഒരു ട്രൂത്ത് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെ അവര് വെറും ഒരു വ്യക്തിയായിട്ടല്ല കണ്ടത്, ജീവിതത്തിൽ സമാധാനവും അതുപോലെ സുരക്ഷിതത്വവും നൽകുന്ന ഒരാളായിട്ടാണ് അവര് നിങ്ങളെ കണ്ടത്. പക്ഷെ ചില സമയങ്ങളിൽ സ്നേഹം ഉണ്ടായാലും ജീവിതത്തിലെ പല ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ ഫാമിലി, കുടുംബ പ്രശ്നങ്ങൾ, ജോലി അല്ലെങ്കിൽ വ്യക്തിപരമായ സമ്മർദ്ദങ്ങൾ ഒക്കെ ഒരു റിലേഷൻഷിപ്പിനെ പലപ്പോഴും പല വ്യക്തികളെയും പിന്നോട്ടേക്ക് തള്ളുന്നുണ്ടാവാം. അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് അവര് അകന്നു പോയപ്പോൾ പോലും നിങ്ങളുടെ വില അവര് മനസ്സിലാക്കിയിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് അവരുടെ ജീവിതം തന്നെ അവരുടെ ലൈഫ് തന്നെ ഒന്ന് ക്രമപ്പെടുത്തി എടുക്കാനായിട്ട് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. ആ ഒരു സമയത്തിലാണ് അവര് നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ ഒരു സ്നേഹമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോയ ഒരു വ്യക്തിയുടെ എനർജി എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ 4 ഓഫ് സോർഡ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. 4 ഓഫ് സോർഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഇപ്പോൾ അവർ നിശബ്ദതയിലാണ് എന്നുള്ളതാണ്. അപ്പൊ നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ഡിസ്റ്റൻസിലോ ഒക്കെ ഉള്ള ഒരു സമയമായിരിക്കും. അവര് വെറുതെ നിങ്ങളെ അങ്ങനെ പൂർണ്ണമായിട്ടും മറന്ന് ജീവിക്കുകയല്ല. അവര് സ്വന്തം മനസ്സിനോട് സംസാരിക്കുകയാണ്. അവര് ശരിയായ തീരുമാനമാണോ എടുത്തത്, ഞാൻ ആ പേഴ്സണെ വിട്ടിട്ട് പോകുന്നത് ശരിയായ ഒരു തീരുമാനമാണോ എന്ന് അവർ ചിന്തിക്കുന്നു. വീണ്ടും ഈ ഒരു വ്യക്തിയോട് സംസാരിക്കണമോ എന്ന് അവർ ചിന്തിക്കുന്ന എനർജീസ് നമുക്കിവിടെ കാണാൻ വരുന്നുണ്ട്. ഇനി തിരികെ ചെന്ന് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ പഴയതുപോലെ ആകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് അവരിപ്പോ വേഗത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്നും ഉള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏസ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് ഉണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് വശത്തും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണും വേദന ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ ഒരു വേർപാട് ഒരാൾക്ക് മാത്രം വേദന നൽകിയ ഒരു വേർപാടല്ലായിരുന്നു. നിങ്ങളും കുറേ കരഞ്ഞു, അതുപോലെ നിങ്ങളുടെ പേഴ്സണും കുറേ വിഷമിച്ചു ഈ ഒരു സെപ്പറേഷൻ വന്നതോടുകൂടി. അപ്പം അവര് കരഞ്ഞില്ല, അല്ലെങ്കിൽ അവരൊന്നും പ്രകടിപ്പിച്ചില്ല എങ്കിൽ പോലും അവര് നിശബ്ദമായിട്ട് സൈലന്റ് ആയിട്ട് അവർ ഒത്തിരി വേദനിച്ചു എന്നാണ് പറയുന്നത്. പുറത്തു നിന്ന് ശക്തനായിട്ട് അല്ലെങ്കിൽ ശക്തിയായിട്ടൊക്കെ തോന്നി, അല്ലെങ്കിൽ അവർ ശക്തനാണ്, നല്ല സ്ട്രോങ് ആണ് എന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ചാലും ഉള്ളില് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഓർമ്മകൾ ഇപ്പോഴും അവരുടെ ഉള്ളിന്റെ ഉള്ളില് അവരെ സ്പർശിക്കുന്നുണ്ട്. എന്നാൽ ആ ഒരു വേദന മാറാനായിട്ട് അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് നമുക്ക് വരുന്നൊരു കാർഡ് എന്ന് പറഞ്ഞാൽ ഏസ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഏസ് ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഒരു ദിവസം അവരുടെ മനസ്സിൽ ഒരു പുതിയ ഒരു ധൈര്യം, ഒരു കറേജ് ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു പക്ഷേ നിങ്ങളെ ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ചില മെമ്മറീസ് അങ്ങനെയൊക്കെ ഉണ്ടാകും. ആ ഒരു സംഭവം
അല്ലെങ്കിൽ ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരു പഴയ ഫോട്ടോസ് ഒക്കെ കാണുമ്പോൾ ഒരു അപ്രതീക്ഷിതമായ ഒരു ഓർമ്മ നിങ്ങളെക്കുറിച്ച് പെട്ടെന്ന് വരുന്നു. അപ്പോൾ അവർക്കത് നിയന്ത്രണാതീതമായി മാറുകയും അവരെ വീണ്ടും അത് നിങ്ങളെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ കാരണമാക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പം ഏസ് ഓഫ് വാൻസ് പറയുന്നത് നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും ഒരു തുടക്കം കുറിക്കാനുള്ള ആഗ്രഹം ജനിപ്പിക്കാം അല്ലെങ്കിൽ ജനിക്കും എന്നുള്ളതാണ്. അപ്പൊ അതൊരു ഒരു ചെറിയ മെസ്സേജിലൂടെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ സുഖമാണോ എന്നൊരു ലളിതമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം. എങ്ങനെയാണെങ്കിലും അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് എത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് 9 ഓഫ് പെന്റിക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡാണ്. അവരെ തിരികെ വരുമെങ്കിൽ അതിനൊരു കുറച്ച് ഏകാന്തത കൊണ്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു ഫീലിങ്സ് കൊണ്ടോ ഒന്നും ആയിരിക്കില്ല അവർ തിരികെ വരിക. സ്വന്തം ജീവിതത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത നേടിയതിനു ശേഷമായിരിക്കും. അപ്പൊ നിങ്ങളും ഈ ഒരു സമയം കൊണ്ട് കൂടുതൽ ഒരു സ്ട്രോങ് ആകും, ശക്തനോ ശക്തിയൊക്കെ ആയി മാറും. അപ്പൊ ആ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പ് വീണ്ടും ആരംഭിച്ചു കഴിഞ്ഞാൽ ആ പഴയ തെറ്റുകൾ ആവർത്തിക്കാതെ കൂടുതൽ പക്വതയോടെ ആയിരിക്കും നിങ്ങൾ രണ്ടുപേരും മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയാണെങ്കിലും നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത് അവര് തിരിച്ചു വരും എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് വരുമ്പോൾ അത് ആ വരുന്നത് എപ്പോഴാണ് എന്ന് ഈ സ്പ്രെഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ 4 ഓഫ് സോർഡ്സ് ഉണ്ട്, അതുപോലെ ഏസ് ഓഫ് വൺസ് ഉണ്ട്. അപ്പം ഈ ആദ്യം ഒരു നിശബ്ദതയുടെ ഒരു ഘട്ടം പൂർത്തിയാകേണ്ടതുണ്ട്. അതായത് ഇപ്പോ നമ്മൾ സെപ്പറേഷന് പോയി, അതിനുശേഷം കുറച്ച് സമയം അതിനിടയ്ക്ക് വേണം. അത് ഉടനടി സംഭവിക്കുന്ന ഒരു തിരിച്ചുവരവിന്റെ സൂചനകളൊന്നും ഇവിടെ ഇല്ല. ആദ്യം അവർ മനസ്സിന്റെ വേദനയിൽ നിന്ന് പുറത്തു വരും, ശേഷം മാത്രമേ പുതിയൊരു തുടക്കത്തെ കുറിച്ച് ചിന്തിക്കുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു സ്പ്രെഡ് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് തിരിച്ചുവരവ് ഉണ്ടാകാനുള്ള സാധ്യതയേക്കാൾ പ്രധാനമായത് അത് സംഭവിക്കുകയാണെങ്കിൽ ശരിയായ സമയത്തും ശരിയായ മനോഭാവത്തോടും കൂടി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ യൂണിവേഴ്സിന്റെ ഒരു ഏറ്റവും വലിയൊരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് പറയുന്നത് നിങ്ങൾ ഒരാളെ കാത്തിരിക്കാൻ മാത്രമായിട്ടല്ല നിങ്ങൾ ജനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ കാത്തിരിക്കാൻ മാത്രമല്ല ജനിച്ചത്, നിങ്ങളുടെ സന്തോഷവും വളർച്ചയും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വരേണ്ടതാണെങ്കിൽ അവർ ആ ഒരു പഴയ രീതിയിലല്ല, കൂടുതൽ പക്വതയോടും വ്യക്തതയോടും കൂടെ വീണ്ടും തിരിച്ചു വരും. അതുവരെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സ്റ്റക്ക് ചെയ്ത് വിഷമിച്ച് അങ്ങനെ ഇരിക്കരുത്. കാരണം ചിലപ്പോൾ കാത്തിരിപ്പിനിടയിലാണ് നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് ഗ്രോത്ത് ചെയ്യുക. ഫിസിക്കലിയും മെന്റലിയും ഫൈനാൻഷ്യലിയും എല്ലാം നമ്മൾ ഗ്രോത്ത് ചെയ്യുന്ന ഒരു സമയം, ആ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന അത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാൻ പറ്റാത്തൊരു സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്താലും വളരെ മനോഹരമായി നമുക്ക് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടിയിട്ട് ആ ഒരു സമയം നിങ്ങൾ ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ആ ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഒരു നല്ല പോസിറ്റീവ് വൈബോട് കൂടി ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലൂസ് അങ്ങോട്ട് തന്നെ എടുത്തു നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമായിരിക്കാം. ലെറ്റർ എം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 22 കിട്ടുന്നുണ്ട്. തൃശ്ശൂർ ജില്ല നമുക്ക് കിട്ടുന്നുണ്ട്. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ടിട്ടുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ ഇസഡ് കിട്ടുന്നുണ്ട്. സ്പിരിച്വൽ പാത്ത് ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. നമ്പർ 39 കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. നമ്പർ 41. നമ്പർ 43 കിട്ടുന്നുണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്, വണ്ടികളോട് ക്രേസ് ഉള്ള വ്യക്തികളാകാനുള്ള ചാൻസസ് ഉണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ സി കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ നമുക്ക് കിട്ടുന്നുണ്ട്. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. 222 എന്ന് പറയുന്നൊരു ഏഞ്ചൽ നമ്പർ കിട്ടുന്നുണ്ട്. അക്കൗണ്ടന്റ് ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ. നമ്പർ 24 കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. എറണാകുളം ജില്ല നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1992 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ് നമുക്ക് കിട്ടുന്നത്. ഫെബ്രുവരി മന്ത് 1989. നമ്പർ 42. 1981. 1 month എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി ആണ്. 1991. 1980 എന്ന് പറയുന്ന ഒരു വർഷം കിട്ടുന്നുണ്ട്. 1975. റോസ് കളർ ആണ് ലാസ്റ്റ് ടൈം ഫൈനൽ ക്ലൂ.
അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.